ആൾക്കാരെ കൂട്ടി നിർത്തിയിട്ട് ഈ ഒരു കടയിൽ 2 കച്ചവടം ചെയ്യണ പരിപാടിയാണ് പിണറായി വിജയൻ അന്ന് ചെയ്തത്. ഇതിൻ്റെ പേരും പറഞ്ഞ് നിരപരാധികളായിട്ട് നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളെ കംപ്ലീറ്റ് ഈ സ്ത്രീ നവോത്ഥാന മതിലിൻ്റെ പേരും പറഞ്ഞ് അവിടെ പങ്കെടുപ്പിച്ചു. അവസാനം അവർ ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞു. ഒരു മതിൽ കെട്ടിയിരുന്നു, വനിതാ മതിൽ. അതിൻ്റെ പേര് ആദ്യ സർക്കാർ പ്രഖ്യാപിച്ചത് സ്ത്രീ നവോത്ഥാന മതിലെന്നായിരുന്നു അതിൻ്റെ പേര്. ഓർമ്മയുണ്ടാവും എല്ലാവർക്കും, സ്ത്രീ നവോത്ഥാന മതിൽ ആണല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയും ഭാര്യയെ അതിൽ ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം സ്ത്രീ നവോത്ഥാനമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അതിലെ ചെയർമാൻ ആവാനും അതിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാനും പ്രീതി നടേശനും എല്ലാം പങ്കെടുത്തത്. പലരും, പല ഹിന്ദുമത വിശ്വാസികളും സ്ത്രീ നവോത്ഥാനം ശരി കൊള്ളാമെന്ന് വന്നു. അതിൻ്റെ ഈ മതിൽ കെട്ടുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇത് സ്ത്രീ പ്രവേശന മതിലാണ് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുള്ളവർ ഓർമ്മ കാണും. സ്ത്രീ പ്രവേശന മതിലാണ്. ആദ്യം പറഞ്ഞത് സ്ത്രീ നവോത്ഥാന മതിലാണെന്ന്. രണ്ടാമത് ഒരാഴ്ച മുമ്പ് പറഞ്ഞു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചു, നിങ്ങൾ സ്ത്രീ നവോത്ഥാന മതിലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനു പങ്കെടുത്തു? അത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം സ്ത്രീ നവോത്ഥാന മതിലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭാര്യയും വിളിച്ചുകൊണ്ട് പോയത്. ഇപ്പോഴും ഇദ്ദേഹം പറയണു സ്ത്രീ പ്രവേശന മതിലാണെന്ന് ശബരിമലയിൽ. അപ്പോൾ ആൾക്കാരെ കൂട്ടി നിർത്തിയിട്ട് ഈ ഒരു കടയിൽ 2 കച്ചവടം ചെയ്യണ പരിപാടിയാണ് പിണറായി വിജയൻ അന്ന് ചെയ്തത്. ഇതിൻ്റെ പേരും പറഞ്ഞ് നിരപരാധികളായിട്ട് നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളെ കംപ്ലീറ്റ് ഈ സ്ത്രീ നവോത്ഥാന മതിലിൻ്റെ പേരും പറഞ്ഞ് അവിടെ പങ്കെടുപ്പിച്ചു. അവസാനം അവർ ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഈ സംഗമത്തിലും. കോർപ്പറേറ്റ് സംഗമമാണ് ഇത്, കോടികൾ ഉണ്ടാക്കാനുള്ള തട്ടിപ്പിൻ്റെ ഒരു സംഗമം. ഇത് തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയൻ ചെയ്യുന്നത്. ഒറ്റ കാര്യം താങ്കൾ പറഞ്ഞതിന് എനിക്ക് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്ക് എനിക്ക് മറുപടിയില്ല. ഈ കുംഭമേളയിൽ 7000 കോടി രൂപയുടെ നടക്കുന്നുണ്ട്. അത് ഏത് കോർപ്പറേറ്റ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്? അത് ഏത് കോർപ്പറേറ്റ് ആണ് സ്പോൺസർ ചെയ്യുന്നത്? ഒന്ന് പറയണം. അത് ഏത് കോർപ്പറേറ്റ് ആണ് സ്പോൺസർ ചെയ്യുന്നത്? കുംഭമേള 7000 കോടി രൂപയ്ക്ക് നടക്കുന്നത്. ഇത് കുറെ കൊല്ലമായി നടക്കുന്നതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുംഭമേളയായിട്ടാണ് താങ്കൾ താരതമ്യം ചെയ്യുന്നത്. അല്ലല്ല, 7000 കോടി രൂപയിൽ നടക്കുന്ന കുംഭമേളയും 1 രൂപ പോലും സർക്കാർ ഫണ്ടിനത്തിൽ ചെലവഴിക്കാത്ത അയ്യപ്പ സംഗമവും, അത് രണ്ടും. ഇപ്പോ ആ ജർമ്മൻ പന്തലൊക്കെ കിട്ടുന്ന ആരുടെ പൈസ വെച്ചിട്ടാ? ഇപ്പൊ ജർമ്മൻ പന്തല്, ചേട്ടാ ഒന്ന് പ്ലീസ് ഒന്ന് പോയിരുന്നേ പ്ലീസ്. ആ ജർമ്മൻ പന്തല് ആരുടെ പണം വെച്ചാൽ? അല്ല, ഈ മണലാരണ്യത്തിൽ ജനങ്ങൾ വന്ന് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ വന്ന് വെറുതെ ഇരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, അത് ആരുടെ പണാണെന്ന്. അവർ വെയിൽ കൊണ്ടിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ആരുടെ പണം? അവർ വെയിൽ കൊണ്ടിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ആരുടെ പണം? ആരുടെ പണം? വിശ്വാസികളുടെ പണം, അയ്യപ്പനെ സ്നേഹിക്കുന്നവരുടെ പണം. അല്ല, കുംഭമേളയിലെ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ പോയിരുന്നു. അവർ നമ്മുടെ കേരളത്തിന്റെ കേരളത്തിന്റെ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഷെഡ് കെട്ടാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റിലും പറഞ്ഞു ഒരു ഷെഡ്, എല്ലാവരും ഓരോ ഷെഡുകൾ കെട്ടിയിടണം. കേരളത്തിന്റെ സംസ്ഥാനത്തിൽ നിന്ന് മാത്രമാണ് ഇല്ലാതിരുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമാണ് ഇല്ലാതായിരുന്നത്. കുംഭമേള പറഞ്ഞത് കൊണ്ട് ശ്രീ ഈ പണം ജർമ്മൻ പന്തൽ, ഇപ്പൊ ബാക്കിയൊക്കെ പിന്നെ സ്പോൺസർമാര് 72 പേരുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ ജർമ്മൻ പന്തൽ, എയർ കണ്ടീഷൻ പന്തൽ, അത് കെട്ടാനുള്ള പൈസ അത് ആര് തന്നു? അല്ല, ബഹുമാനപ്പെട്ട ആങ്കർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശ്രീ രാജാ വിജയരാഘവൻ അതുപോലെ KV ജയകുമാർ എന്നീ 2 ഹൈക്കോടതി ജഡ്ജിമാര് ഈ കാര്യത്തെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ച ആ കോടതി അതിനകത്ത് വിസ്താരം നടത്തി. സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ 1 രൂപ പോലും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നില്ല. എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നു ഇദ്ദേഹത്തിന് അനിയന്ത്രിതമായി സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. ഈ ചർച്ചയുടെ നിലവാരമാണ് പോകുന്നത്. ഈ ചർച്ചയുടെ നിലവാരമാണ് പോകുന്നത്. ഇതിന് ഉത്തരം പറഞ്ഞാൽ പോരെ? അല്ല, നിങ്ങള് സർക്കാർ ഒരു നയ പൈസ ചെലവഴിക്കുന്നില്ല, ദേവസ്വം ബോർഡ് ഒരു നയ പൈസ ചെലവഴിക്കുന്നില്ല. ടിവിയിലോട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് വരില്ല, മനസ്സിലായില്ലേ? ഈ രൂപത്തിലാണ് ചോദിച്ചുള്ളൂ. നിങ്ങൾക്ക് പറയാം, ഈ രൂപത്തിലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ആരുടെ പണമാണ്? തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മറുപടി പറഞ്ഞു. അയ്യപ്പ ഭക്തരുടെ പണം കൊണ്ടാണ് ഈ അയാളുടെ അവിടെ മര്യാദകരിക്കാൻ പറയണം. ചേട്ടാ ഒന്ന് അവിടെ ഇരുന്ന ഒന്ന് പ്ലീസ്.
അയ്യപ്പ ഭക്തരുടെ പണം ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനം. സർക്കാരിന്റെ ഖജനാവെന്നോ ദേവസ്വം ബോർഡെന്നോ ഒരു രൂപയും ചെലവഴിക്കുന്നില്ല. ദേവസ്വം ബെഞ്ച് തന്നെ, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ 2 സീനിയർ ജഡ്ജിമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ചു. അവസാനം അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 7000 കോടി രൂപ മുടക്കി മഹാകുംഭമേള നടത്താമെങ്കിൽ വിശ്വാസികളുടെ പണത്തിന്റെ പിൻബലത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ എന്ത് തെറ്റ് എന്ന് ചോദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അല്ല സുരേഷ് കുമാർ, ഈ എന്റെ വെർഡിക്റ്റ് അല്ല ഇത്. എന്റെ വെർഡിക്റ്റ് അല്ല. ശബരിമലയെ സ്നേഹിക്കുന്ന വെർഡിക്റ്റ് അല്ല. യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഒരു 10 പൈസ തരില്ല ഈ സംഗമത്തിന് വേണ്ടി. അടുത്ത ചോദ്യം പ്ലീസ്. ഈ വാക്ക് വളരെ കൃത്യമായിരിക്കും. നേരത്തെ ഒരു മിനിറ്റ്. നേരത്തെ RV ബാബു അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ പൈസ തരൂല എന്നുള്ളതും രേഖയിൽ വെച്ചിരിക്കണം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയത്തിന് ശേഷം നമുക്ക് ഇതേ വേദിയിൽ ഈ വിഷയം ചർച്ച ചെയ്യണം. ശരി, ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം.